ഹായ് ഓൾ, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ഷൻ കമ്മീഷനെ പറ്റിയാണ്. ഇലക്ഷൻ കമ്മീഷനെ പറ്റി അറിയേണ്ടതെല്ലാം ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിനാണെങ്കിലും അതുപോലെ VEO എക്സാമിനാണെങ്കിലും ഒക്കെ തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. സോ നോട്ടുകൾ ഡൗൺലോഡ് ചെയ്യുന്ന ബ്ലോഗ് www.bibimohanan.com ആണ്. അവിടെ നിങ്ങൾക്ക് കാറ്റഗറി വൈസ് നിങ്ങൾക്ക് നോട്ടുകൾ ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ എഞ്ചിനീയറിംഗ് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് AAA എന്ന ചാനൽ ഉപയോഗപ്പെടും. അതെൻ്റെ രണ്ടാമത്തെ യൂട്യൂബ് ചാനലാണ്. അത് വിസിറ്റ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ AAA ബ്ലോഗ് ഉണ്ട്. അതിലാണ് സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നത്. സോ നമുക്ക് ഇലക്ഷൻ കമ്മീഷനെ പറ്റി പഠിക്കാം. ഇലക്ഷൻ കമ്മീഷൻ ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഓക്കെ, ഭരണഘടനയിൽ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ. ഭരണഘടനയിൽ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം അഥവാ ആർട്ടിക്കിൾ ഏതാണ്? 324. ആർട്ടിക്കിൾ 324 ആണ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. അടുത്തത്, ഇലക്ഷൻ കമ്മീഷൻ എന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയും. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയും. സോ ഇത് നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിനൊക്കെ ചോദിക്കും. ഇലക്ഷൻ കമ്മീഷൻ, പ്ലാനിംഗ് കമ്മീഷൻ അങ്ങനെയൊക്കെ തന്നിട്ട് ഇതിൽ ഏതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് ചോദിക്കും. സോ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ലെങ്കിൽ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. കാരണം ഭരണഘടനയിൽ അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അതിന്റെ നടത്തിപ്പുകളെ പറ്റിയുള്ള കാര്യങ്ങൾ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനം ആണ്. അടുത്തതാണ് സമ്മതിദായക ദിനം. ഈ സമ്മതിദായക ദിനം എന്ന് വെച്ചാൽ എന്താണ്? വോട്ടേഴ്സ് ഡേ എന്നാണ്. ഓക്കെ, സമ്മതിദായക ദിനം എന്ന് പറഞ്ഞാൽ വോട്ടേഴ്സ് ഡേ എന്നാണ്. അതെന്നാണ്? ജനുവരി 25 സമ്മതിദായക ദിനം അല്ലെങ്കിൽ വോട്ടേഴ്സ് ഡേ എന്ന് പറയുന്നത്. ഇനി സമ്മതിദായക ദിനം ജനുവരി 25 ആചരിക്കാൻ തുടങ്ങിയത് എന്നു മുതലാണ്? സമ്മതിദായക ദിനമായിട്ട് ജനുവരി 26 ആചരിക്കുന്നത്. അത് അങ്ങനെ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? 2011 മുതലാണ്. ഇനി ഒരു പ്രധാന കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ 324 നമ്മൾ ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറയുന്നു. അപ്പൊ അത് പ്രകാരം പാർലമെന്റിലേക്കും അതുപോലെ സംസ്ഥാന നിയമസഭകളിലേക്കും നടത്തുന്ന തെരഞ്ഞെടുപ്പുകളും അതുപോലെ തന്നെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനും അതിനെയൊക്കെ നടത്തിപ്പും അതുപോലെ കൺട്രോൾ ചെയ്യുന്നത്, അതായത് നിയന്ത്രിക്കുന്നത് ഒക്കെ ഇലക്ഷൻ കമ്മീഷനാണ്. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ 324 പ്രകാരം പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ തെരഞ്ഞെടുപ്പുകളിലേക്കും ഒക്കെ അതെല്ലാം കൺട്രോൾ ചെയ്യുന്നതും നടത്തിപ്പ് നടത്തുന്നതും ഒക്കെ ഇലക്ഷൻ കമ്മീഷനാണ്. പക്ഷേ ഇതിൽ ചോദ്യം വരുന്നത് ഇതാണ്: സംസ്ഥാനങ്ങളിലെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും നടത്തുന്ന തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അധികാര പരിധിയിൽ അല്ല എന്നാണ് കേട്ടോ. ഓക്കെ, അത് ഞാൻ എഴുതിയപ്പോൾ അത് മിസ്സായതാണ്. സംസ്ഥാനങ്ങളിലെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും നടത്തുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ ഒരു കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ അധികാര പരിധിയിൽ അല്ല എന്നാണ് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ അതിലൊക്കെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ് വരുന്നത്, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അല്ല. അടുത്തത്, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ആസ്ഥാനം. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ നിർവചൻ സദനാണ്. നിർവചൻ സദനാണ്. അതെവിടെയാണ്? ന്യൂഡൽഹിയിലാണ് നിർവചൻ സദൻ. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ആസ്ഥാനം എവിടെയാണ്? നിർവചൻ സദൻ, ന്യൂഡൽഹി. സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ ആസ്ഥാനം. അടുത്തത്, ഇലക്ഷൻ കമ്മീഷൻ. അതിൽ ആരൊക്കെയാണ് ഉള്ളത്? ഒരു ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ട്, അതുപോലെ 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും ഉണ്ട്. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പൊ അത് നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ബാക്കി 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇനി ഇലക്ഷൻ കമ്മീഷന്റെ കാലാവധി എത്രയാണ്? ഇലക്ഷൻ കമ്മീഷന്റെ കാലാവധി
6 വർഷമാണ് ഇലക്ഷൻ കമ്മീഷന്റെ കാലാവധി. ഇതും ചോദിക്കുന്നതാണ്. ഓക്കെ, ഇലക്ഷൻ കമ്മീഷൻ എത്ര നാളത്തേക്കാണ്? ഒരു കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ അത് 6 വർഷത്തേക്കാണ്. അല്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷണേഴ്സിന് 65 വയസ്സ് വരെയാണ്. അധികാരത്തിൽ വന്നിട്ട് 6 വർഷത്തേക്ക് അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നവരെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ കാലാവധി. ഇനി ഒരു ഇലക്ഷൻ കമ്മീഷണറുടെ വേതനം എന്ന് പറയുന്നത്, ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ വേതനം എന്ന് പറയുന്നത് സാലറി 2.5 ലക്ഷം രൂപയാണ്. അത് സുപ്രീം കോടതി ജഡ്ജിയുടെ സാലറിക്ക് തുല്യമാണ്. വേതനം 2.5 ലക്ഷം. ഇനി രാഷ്ട്രീയ പാർട്ടികൾക്ക് അധികാരം നൽകുന്നതും അതുപോലെ തന്നെ ചിഹ്നങ്ങളൊക്കെ അനുവദിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം കൊടുക്കുന്നതും, ഇപ്പോൾ പുതിയ രാഷ്ട്രീയ പാർട്ടി വന്നു, അപ്പോൾ അതിന് അംഗീകാരം കൊടുക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. അതുപോലെ ചിഹ്നങ്ങൾ അനുവദിക്കുന്നതും ഒക്കെ ഇലക്ഷൻ കമ്മീഷനാണ്. ഇനി വോട്ടർ പട്ടിക തയ്യാറാക്കൽ, അതുപോലെ ഇലക്ഷന്റെ ക്രമക്കേടുകൾ പരിശോധിക്കൽ, അതൊക്കെ ഇലക്ഷൻ കമ്മീഷനാണ്. വോട്ടർ പട്ടിക തയ്യാറാക്കുക, ഇലക്ഷൻ എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടായാൽ അതൊക്കെ പരിശോധിക്കുകയൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? ഇലക്ഷൻ കമ്മീഷന്റെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. ഇനി ഇന്ത്യയിൽ വോട്ടവകാശം എന്നത് ഒരു നിയമ അവകാശമാണ്. അപ്പോൾ വോട്ടവകാശം എന്നുള്ളത് നമ്മുടെ മൗലിക അവകാശങ്ങളിൽ പെടുന്നില്ല, അതൊരു ലീഗൽ റൈറ്റ് ആണ്. ഈ ലീഗൽ റൈറ്റ് അഥവാ നിയമ അവകാശത്തിന് നമ്മൾ വേറെ ഒന്നും പഠിച്ചിട്ടുണ്ടല്ലേ. അതായത് നേരത്തെ ഉണ്ടായിരുന്ന സമ്പത്തിന് വേണ്ടിയുള്ള അവകാശം, സ്വത്ത് കൈവശം വയ്ക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് നേരത്തെ അത് മൗലിക അവകാശമായിരുന്നു. പക്ഷേ ഇത് മൗലിക അവകാശമല്ല ഇപ്പോൾ അതൊരു ലീഗൽ റൈറ്റ് അല്ലെങ്കിൽ നിയമ അവകാശമാണ്. അതുപോലെ ഇന്ത്യയിൽ വോട്ടവകാശം എന്ന് പറയുന്നത് നിയമ അവകാശമാണ്. ഇനി പ്രായപൂർത്തി വോട്ടവകാശം അഥവാ യൂണിവേഴ്സൽ ഓഡിറ്റ് സഫ്രേജ്, അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഓഡിറ്റ് സഫ്രേജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 326 ആണ്. ഓക്കെ, അപ്പൊ ഇത് ചോദിക്കും. പ്രായപൂർത്തി വോട്ടവകാശത്തെ പറ്റി പ്രത്യേകിച്ച് പറയുന്നത് എവിടെയാണ്? ആർട്ടിക്കിൾ 326 ഓക്കെ. അടുത്തത് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഇത് പലതവണ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതായത് വോട്ടിംഗ് പ്രായം 21 ആയിരുന്നു, അത് എത്രയാക്കി കുറച്ചു? 18 കുറച്ചു. ആ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 61ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. അടുത്തത് 61ാമത്തെ ഭരണഘടനാ ഭേദഗതി, അതായത് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ച ഭരണഘടനാ ഭേദഗതി. അത് നിലവിൽ വന്നത് എന്നാണ്? 1989ലാണ്. 1989ലാണ് ആ ഒരു ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത്. ഇനി ആ സമയത്ത് ആരായിരുന്നു പ്രധാനമന്ത്രി? വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ച പ്രധാനമന്ത്രി ആരാണ്? അത് രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധിയുടെ സമയത്തായിരുന്നു വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ചത്. ഇനി തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിലൊക്കെ പോളിംഗ് ബൂത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന മെയിൻ ഓഫീസർ ആരാണ്? പ്രിസൈഡിംഗ് ഓഫീസറാണ്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ പോളിംഗ് ബൂത്ത് മേൽനോട്ടം വഹിക്കുന്ന ഓഫീസറാണ് പ്രിസൈഡിംഗ് ഓഫീസർ. അടുത്തത് പോളിംഗ് ആരംഭിക്കുന്നതിന് 48 മണിക്കൂർ മുമ്പ് പ്രചരണ പരിപാടികൾ അവസാനിപ്പിക്കണം. അപ്പോൾ ഈ പ്രചരണ പരിപാടികൾ എപ്പോഴാണ് അവസാനിപ്പിക്കേണ്ടത്? അങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ പോളിംഗ് അല്ലെങ്കിൽ വോട്ടിംഗ് ആരംഭിക്കുന്നതിന് 48 മണിക്കൂർ മുമ്പ് പ്രചരണ പരിപാടികൾ അവസാനിപ്പിക്കണം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതും പിൻവലിക്കുന്നതും ആരുടെ മുന്നിലാണ്? ഓക്കെ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതും പിൻവലിക്കുന്നതും ഒക്കെ ആരുടെ മുന്നിലാണ്? അത് റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പിലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതും അതുപോലെ പിൻവലിക്കണമെങ്കിൽ പിൻവലിക്കുന്നതും റിട്ടേണിംഗ് ഓഫീസർ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ലെസണിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ലെസൺ പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ഒരു ക്ലാസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻസും സജഷൻസും ഒക്കെ എന്നെ അറിയിക്കുക. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ bbmohan.com ഇതിൻ്റെ എല്ലാം PDF അവൈലബിൾ ആക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
ഓൾസോ വിസിറ്റ് മൈ യൂട്യൂബ് ചാനൽ AAA അതിൽ ടെക്നിക്കലി ആയിട്ടുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബ്ലോഗിലും notebookofeprofessor.blogspot.com അതും വിസിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട്.